ഇന്ത്യയിലെ അതിസമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള അന്തരം വലിയ രീതിയിൽ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായി ഓക്സ്ഫാം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് പരാമർശം. രാജ്യത്തെ 119 അതിസമ്പന്നരുടെ സമ്പത്ത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനേക്കാൾ ഉയർന്നതാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ പകുതിയിലേറെ സമ്പത്തും 1% ജനസംഖ്യയുടെ കൈവശമാണെന്നാണ് അന്താരാഷ്ട്ര സംഘടനയായ ഓക്സ്ഫാം വ്യക്തമാക്കുന്നത്. അതിസമ്പന്നരുടെ ഒരു ദിവസത്തെ വരുമാനം 2200 കോടി രൂപയാണ്. എന്നാൽ ജനസംഖ്യയുടെ 10% വരുന്ന ഏറ്റവും ദരിദ്രരായ 13.6 കോടി ആളുകൾ 2004 മുതൽ കടത്തിലാണെന്നും ഓക്സ്ഫാം റിപ്പോർട്ടിൽ പറയുന്നു. സമ്പന്നരും കോർപ്പറേറ്റുകളും നികുതി അടയ്ക്കുന്നത് ദശാബ്ദങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണിപ്പോൾ. നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമ്പന്നരുടെ ശ്രമങ്ങൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അതിസമ്പന്നർ $7.6 ട്രില്യൺ നികുതി അടയ്ക്കാതെ വെട്ടിക്കുന്നതെന്നും ദാവോസിലെ ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായി ഓക്സ്ഫാം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ 18 പുതിയ ബില്യണിയർമാരുണ്ടായി. ഇതോടെ ആകെയുള്ള അതിസമ്പന്നരുടെ എണ്ണം 119 ആയിരിക്കുകയാണ്. ഇവരുടെ വരുമാനം കഴിഞ്ഞ വർഷത്തെ രാജ്യത്തെ ബഡ്ജറ്റ് തുകയായ 24,422 ബില്യണേക്കാൾ കൂടുതലാണെന്നും സംഘടന കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന വരുമാനം പുരുഷനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ 34% കുറവാണെന്നും ഇതേ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെയും എല്ലാ സംസ്ഥാനങ്ങളിലെയും വരുമാനവും ആരോഗ്യം, കുടിവെള്ള വിതരണം അടക്കമുള്ള വിഭാഗങ്ങളിലെ മൂലധന ചെലവിനേക്കാളും കൂടുതൽ വരുമാനം കൈവശമുള്ളയാളാണ് റിലയൻസ് ഉടമ മുകേഷ് അംബാനിയെന്നും റിപ്പോർട്ടിലുണ്ട്. മീഡിയ 1 ഡൽഹി.